ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത്. കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചാൽ സിറുമലൈ എന്ന സ്ഥലത്ത് അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല അട്ടാറ് കിടിലൻ സ്ഥലമാണ്. അപ്പം ആ വീഡിയോ കാണാത്തവർ ഉറപ്പായിട്ട് കാണണം, എന്നിട്ട് അവിടെ പോവുകയും ചെയ്യണം കേട്ടോ. ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ഫുള്ള് നൈറ്റിലാണ് ഈ വഴിയൊക്കെ പോയത്. അപ്പം നല്ല നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ കാണിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ എന്നുവെച്ചാൽ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നല്ല നല്ല സ്ഥലങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു തടാകമാണ് കേട്ടോ. ഇത് കായലല്ല, ഇത് കൃഷികൾക്ക് വേണ്ടി കെട്ടി നിർത്തുന്ന ഒരു സംഭവമാണിത്. എന്ന് പറഞ്ഞാൽ ജന്തുക്കളിൽ നിന്നും കുമിളി കമ്പം പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ നട്ടേക്കുന്ന പൂക്കളാട്ടോ. മൊത്തം ജമന്തിയാണ്, അല്ലാതെ കൊങ്ങിണിപ്പൂ കേന്തി എന്ന് പറയുന്ന പൂവല്ല. ഇത് ഒറിജിനൽ ജമന്തിയാണ് കേട്ടോ. അതിനോട് തന്നെ ചെറിയ ഉള്ളി നട്ടിട്ടുണ്ട്. അതുപോലെ വാഴക്കൂമ്പ് കിടക്കുന്നുണ്ടോ, ഇതൊക്കെ വിൽക്കാനായിരിക്കും കേട്ടോ. നല്ല വാഴക്കൃഷിയാണ്. നമ്മൾ ഈ ജമന്തി ഇറുക്കണമെന്ന് നമുക്ക് കാണാം കേട്ടോ. ആരെ പറിച്ചിട്ടേക്കുന്ന ജമന്തി. കേരള കൊല്ലം അറിയാം. ഇത് എവിടെ കൊടുക്കാൻ? നിന്ദിക്കില്ല. ഇത് ഇവിടെ ഇങ്ങനെ തൂക്കി കൊടുക്കുമ്പോ അതോ കൊണ്ടുപോകാറ്? അപ്പൊ നിങ്ങൾക്ക് ശമ്പളം ഒക്കെ എങ്ങനെയാ കിട്ടും? 250 രൂപ ഒരു ദിവസം. മലയാളം തരുമോ? അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് കൊച്ചുള്ളി നട്ടിട്ടുണ്ടല്ലേ? അപ്പൊ ശരി, പോവാ കേട്ടോ. ശരി. ഇത് എങ്ങനെയാ ഇത് അല്ല? എത്ര രൂപ? കേട്ടില്ലേ? പൈസ ഇല്ലാതെ പൈസ തരാ വേണ്ടേ? എന്നാ ഒരു 100 രൂപയ്ക്ക് പൂ തരുമോ? എന്താ വെള്ള ജമന്തി കിട്ടുമോ? അത് അല്ല, രണ്ടും കൂടി തന്നേരെ, വെള്ളയും മഞ്ഞയും കൂടി 100 രൂപയ്ക്ക്. സാപ്പാട് പൊറോട്ട. അങ്ങനെ ചേച്ചി പറയുന്നത്
പൂവൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വന്നേക്കുന്നത്. ഇതാണ് അരുളി ചെടി കേട്ടോ. ഇതാണ് ഇപ്പം കേരളത്തിൽ വിഷയമായിട്ട് വരുന്നത്. ഇത് വിഷമുണ്ട് വിഷമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് നിങ്ങളെ കാണിച്ചിട്ടോ. ഇഷ്ടംപോലെ നട്ടിട്ടുണ്ടോ? സൗണ്ട് കേൾക്കുന്നില്ല. വഴി തേടി ഉണ്ടാക്കി നമ്മൾ പോകും. ഇപ്പോഴത്തെ കളി അയ്യോ കുഴി വീഴല്ലേ. എനിക്ക് ഇത് ഇഷ്ടമൊക്കെ തന്നെ, നെൽക്കതിർ ഇങ്ങനെ കിടക്കുന്നത് കാണാനൊക്കെ ഭംഗിയുണ്ടെങ്കിലും പക്ഷെ എനിക്ക് കുറച്ചും കൂടി പ്രിയം അല്ല ഇഷ്ടമെന്ന് വെച്ചാൽ എന്തുകൊണ്ടാ പച്ച കേട്ടോ. അത് ദൂരെ കാണാൻ അടിപൊളിയാണ്. മഞ്ഞ ഇപ്പോൾ എന്താ പറയുക, പച്ച കാണാൻ അടിപൊളിയാണ്, മഞ്ഞ കാണാൻ അടിപൊളി. പക്ഷേ രണ്ടും കൂടി ചേരുമ്പോൾ അതെന്തോ അതുക്കും മേലെ എന്ന് പറയുന്ന പോലെ എന്താ കാണാനൊക്കെ അടിപൊളിയാണ്. ആണ്ടെ എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? ഇന്നലെ രാത്രിയൊക്കെ ഈ വഴി പോയതാണ്, ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫോണിലെ ചാർജൊക്കെ കുറഞ്ഞു വരുവാണ് കേട്ടോ.